ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് അട്ടപ്പാടിയിൽ അബദ്ധത്തിൽ വിഷക്കായ കഴിച്ച 2 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടയിലാണ് കുട്ടികൾ വിഷക്കായ കഴിച്ചത്. അട്ടപ്പാടി പുത്തൂർ മേഖല ചുണ്ടപ്പെട്ടിയിൽ സുബ്രഹ്മണ്യൻ മല്ലിക ദമ്പതികളുടെ 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളാണ് വിഷക്കായ കഴിച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യസ്ഥിതി മോശമായതോടെ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. കുട്ടികൾ അപകടനില തരണം ചെയ്തതായി മാതാപിതാക്കൾ അറിയിച്ചിട്ടുണ്ട്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ഫോൺ റീസെറ്റ് ചെയ്തെന്ന് കണ്ടെത്തൽ. ജില്ലാ ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങളുള്ള ഫോൺ റീസെറ്റ് ചെയ്തതായി കണ്ടെത്തിയത്. ഫോണിലെ വിവരങ്ങൾ മായ്ച്ച് റീസെറ്റ് ചെയ്തതായി ചോദ്യം ചെയ്യലിൽ ജിതിൻ ഭാസ്കർ സമ്മതിച്ചു. ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഫോൺ തിരുവനന്തപുരത്തേക്ക് പരിശോധനയ്ക്ക് അയക്കാൻ കോടതിയിൽ SIT ഇന്ന് അപേക്ഷ നൽകും. ജിതിൻ ഭാസ്കറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി ഒരു കമ്മീഷനെ നിയമിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നും മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശ്രദ്ധേയമാവുന്നത്. 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ കോന്നി അരുവാപ്പുലം കൊക്കാത്തോട് സ്വദേശിയെ തണ്ണിത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇയാൾ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ കുടുംബവുമായി ഉണ്ടായിരുന്ന പരിചയം മുതലെടുത്ത ഇയാൾ കുട്ടിയുടെ വീട്ടിലെത്തിയാണ് പീഡനം നടത്തിയത്. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിലാണ് കുട്ടി ഗർഭിണിയാണെന്ന് അറിവായത്. തൃശൂർ തൃപ്രയാറിൽ കാറിലെത്തിയ സംഘത്തെ മറ്റൊരു കാറിലെത്തിയവർ ആക്രമിച്ച് 16 ലക്ഷത്തിന്റെ രൂപ തട്ടിയെടുത്തു. കാറിന്റെ ചില്ല് തകർത്ത് മുളകുപൊടി സ്പ്രേ ചെയ്താണ് പാലക്കാട് സ്വദേശികളിൽ നിന്ന് പണം കവർന്നത്. സംഭവത്തിൽ അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് സ്വദേശികളാണ് ആക്രമിക്കപ്പെട്ടത്. പരാതിക്കാർ തൃപ്രയാറിൽ എത്തിയത് എന്തിനാണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ എന്തിനാണ് ഇത്രയും പണം കയ്യിൽ കൊണ്ടുവന്നതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ശബരിമലയ്ക്ക് അവഗണന. ശബരിമലയുടെ വികസനത്തിന് മാത്രമായി ബജറ്റിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നാണ് പ്രഖ്യാപനം. നിലവിലുള്ള നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് മാത്രമായി ഏതെങ്കിലും ക്ഷേത്രത്തിന് ദേശീയ തീർത്ഥാടന പദവി നൽകാൻ കഴിയില്ല. എന്നിട്ടും ബജറ്റിൽ ഈ പ്രഖ്യാപനം നടത്തിയത് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് വ്യക്തം. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹമാസ് സ്വാധീനം ഇന്ത്യക്ക് ഭീഷണിയാണെന്ന ഇസ്രായേൽ സ്ഥാനപതിയുടെ പ്രസ്താവനയെ കഠിനമായി വിമർശിച്ച് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CA റൌഫ് തന്റെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെയാണ് റൌഫ് ഇസ്രായേൽ സ്ഥാനപതിയെ വിമർശിച്ചത്. കൊച്ചിയിലെ ഒരു നടിയും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ 300 കോടി തട്ടിച്ച മലപ്പുറം താഴത്തങ്ങാടി സ്വദേശി PT സൽമാനുൽ ഫാരിസിന്റെ തട്ടിപ്പ് വലയിൽ കുടുങ്ങി. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എത്ര തുക നൽകിയെന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ലക്ഷങ്ങൾ കാണുമെന്ന് ഉറപ്പ്. PT സൽമാനുൽ ഹാരിസിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലാണ്. ഇയാൾ ആൾമാറാട്ടം നടത്തിയെന്നും ഒരേ സമയം 2 പേരുപയോഗിച്ച് ഒരു ഇരയിൽ നിന്ന് 20 ലക്ഷം തട്ടിയെന്നും പറയുന്നു. വ്യാജപ്പേരിൽ ഒരു ID AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണ്. പത്തനംതിട്ട സീതത്തോട് ഗവി മീനാറിൽ അങ്കണവാടി ജീവനക്കാരി മേനക കൊല്ലപ്പെട്ടത് ക്രൂരമർദ്ദനം മൂലമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സൂചന. കഴുത്തിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നെന്നാണ് നിഗമനം. മേനക അങ്കണവാടിയിലേക്ക് നടന്നു പോകവെ പിന്നാലെ എത്തി കല്ലുകൊണ്ട് തലക്കടിച്ച ശേഷം തോടിന് സമീപത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി വിനോദ് കുമാർ പോലീസിന് മൊഴി നൽകിയത്. ഇന്നലെ രാത്രി 7-നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഗവിയിലുള്ള വീട്ടിൽ എത്തിക്കാനായത്. മൃതദേഹം ഇന്ന് 11-ന് ഗവി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. പ്രതി വിനോദ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അങ്കമാലി അരൂർ കൊച്ചി ദേശീയപാത 544 ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചു. ബെന്നി ബെഹന്നാൻ MP ആണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ ദേശീയപാത നിർമ്മാണത്തിനായി 3A നോട്ടിഫിക്കേഷൻ ഉടനെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർവിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്നും ബെന്നി ബെഹന്നാൻ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെ പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കൊച്ചി ബൈപ്പാസ് പദ്ധതി അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് അരൂരിൽ എത്തിച്ചേരുന്ന രീതിയിൽ 50 കിലോമീറ്റർ ദൂരത്തിൽ 70 മീറ്റർ വീതിയിൽ 8 വരിയായി ആദ്യഘട്ടത്തിലും പിന്നീട് 10 വരിയായും വികസിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിക്കുന്നതിന് കേന്ദ്രാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ പാനൂരിലെ അധ്യാപിക ആദിത്യയെ ആൺസുഹൃത്ത് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 28-കാരിയുടെ സൗഹൃദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചാണ് ഇയാൾ മർദ്ദിച്ചത്.
തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു യുവതിയെ ആക്രമിച്ചതെന്നും ആദിത്യയെക്കുറിച്ച് ബന്ധുക്കൾക്ക് അയച്ച മോശം സന്ദേശങ്ങളും ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടാകാമെന്നും പോലീസ് പറയുന്നു. ആദിത്യയെ മർദ്ദിച്ചെന്ന ആൺസുഹൃത്ത് ശരൺ സമ്മതിച്ചു. വിവാഹ ആലോചനയിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നും 10 മാസം മുൻപ് ശരൺ ആദിത്യയെ വിവാഹം ആലോചിച്ച് ചെന്നിരുന്നുവെന്നും പോലീസ് പറയുന്നു. ആദിത്യയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതിനാൽ വിവാഹം നടന്നില്ല. എന്നാൽ വീട്ടുകാരറിയാതെ ഇരുവരും സൗഹൃദത്തിലായെന്നും പോലീസ് വ്യക്തമാക്കി. നീറ്റ് പുനഃപരിശോധന നാളെ നടക്കാനിരിക്കെ കൂടുതൽ മാർഗനിർദ്ദേശങ്ങളുമായി NTA. ഔദ്യോഗിക സന്ദേശങ്ങൾ 7827980287 എന്ന വാട്സാപ്പ് നമ്പറിലൂടെ മാത്രമായിരിക്കും ലഭിക്കുകയെന്നും ഇത് ബ്ലൂടിക്ക് വെരിഫൈഡ് നമ്പറാണെന്നും NTA അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് തിരികെ സന്ദേശം അയക്കാനാവില്ല. വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കില്ല. OTP ഒരിക്കലും ആവശ്യപ്പെടില്ല. പണമടയ്ക്കാൻ ആവശ്യപ്പെടില്ലെന്നും ചോദ്യപേപ്പർ സംബന്ധിച്ച ഒരു കാര്യവും ഉണ്ടാകില്ലെന്നും NTA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ 5000 കേന്ദ്രങ്ങളിൽ ഇന്ന് മോക്ക് ഡ്രിൽ നടത്തും. കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിപ്പിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. അതിനിടെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇന്ന് ദില്ലിയിൽ നടക്കും. ദില്ലി ജന്തർ മന്ദറിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രതിഷേധം. അമൃത്സർ, ഹൈദരാബാദ്, ബംഗളൂരു, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ സമരങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ദില്ലി ചലോ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അനിശ്ചിതകാല സമരമെന്നാണ് സൂചനയെങ്കിലും അതിന് പോലീസ് അനുമതിയുണ്ടോ എന്ന് വ്യക്തമല്ല. ജയം ഉറപ്പായിരുന്ന ജാർഖണ്ഡിലെ രാജ്യസഭാ സീറ്റിൽ പരാജയപ്പെട്ടതോടെ ഇന്ത്യ സഖ്യത്തിൽ തമ്മിലടി. ജാർഖണ്ഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മല്ലികാർജുൻ ഖാർഗെയുടെ വിശ്വസ്തനാണെന്നത് തോൽവിയുടെ ഭാരം കൂട്ടുന്നു. വോട്ട് മറിച്ചെന്ന ആരോപണം നേരിടുന്ന RJD കോൺഗ്രസിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. കഴിഞ്ഞ മാർച്ചിൽ സമാന സാഹചര്യത്തിൽ ബീഹാറിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ RJD തോറ്റിരുന്നു. അന്ന് പരസ്യ വിഴുപ്പലക്കൽ ഒഴിവാക്കിയ RJD ജാർഖണ്ഡിൽ പ്രതികാരം ചെയ്തുവെന്ന വിലയിരുത്തലുണ്ട്. മറ്റുള്ളവരെ പഴിക്കും മുമ്പ് സ്വന്തം ചരിത്രമാണ് കോൺഗ്രസ് പരിശോധിക്കേണ്ടെന്ന പരസ്യ വിമർശനം RJD നടത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച 56 വയസ്സ് തികഞ്ഞു. രാജ്യമെമ്പാടും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വാരണാസി യൂണിറ്റ് നടത്തിയ ആഘോഷങ്ങൾ വിവാദത്തിലായി. രാഹുൽ ഗാന്ധിയെ പരശുരാമനായി ചിത്രീകരിക്കുന്ന പോസ്റ്റർ പിടിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗംഗാതീരത്ത് ഒരു പൂജ നടത്തി. ഒരു കൈയിൽ മഴുവും മറുകൈയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പകർപ്പും പിടിച്ചിരിക്കുന്നതായി പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റിൽ പാലൊഴിച്ച് വേദമന്ത്രങ്ങൾക്കൊപ്പം രുദ്രാഭിഷേകം നടത്തി. BJP നേതാവ് അമിത് മാളവ്യ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇതോടെ രംഗത്തെത്തി. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ ഭഗവാൻ പരശുരാമനുമായി താരതമ്യം ചെയ്യുന്നത് അസംബന്ധം മാത്രമല്ല, ഹിന്ദു വിശ്വാസത്തിനും പാരമ്പര്യത്തിനുമെതിരായ കടുത്ത അപമാനവുമാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ പരശുരാമനെ അപമാനിച്ചുവെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേരുള്ള വോട്ടർമാർക്ക് മാത്രമേ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകൂ എന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ വെള്ളിയാഴ്ച പറഞ്ഞു. എന്നാൽ യോഗ്യരായ ഒരു ഗുണഭോക്താവിനും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. വിധാൻ സൗദയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 5 ഗ്യാരണ്ടികളിലൊന്നായ ഗൃഹജ്യോതിയിലേക്ക് ഇനി പ്രവേശനം രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്നും ശിവകുമാർ പറഞ്ഞു. കർശനമായ പരിശോധനകൾ നടത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോട്ടലുകളും കാറ്ററിംഗ് യൂണിറ്റുകളിലും ഉപയോഗിക്കുന്ന കത്തികളും പീലറുകളും കൃത്യസമയത്ത് മാറ്റണമെന്ന് മുന്നറിയിപ്പ്. തുരുമ്പെടുക്കാതെ കൃത്യസമയത്ത് മാറ്റിയില്ലെങ്കിൽ പിഴ ചുമത്തുമെന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി കർശനമായ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ എല്ലാ ഹോട്ടൽ കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഈ നിയമം കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ കത്തികളും പീലറുകളും ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റ് അടുക്കളയിൽ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. G7 ഉച്ചകോടിക്കിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ കെഞ്ചിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചാനൽ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞതിന് പിന്നാലെ ട്രംപിന്റെ അവകാശവാദം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാക്കി ജോർജിയ മെലോണി രംഗത്തെത്തി. പിന്നാലെ ട്രംപിന്റെ പ്രസ്താവനകൾക്ക് മറുപടിയായി ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കുകയാണെന്ന് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. ട്രംപിന്റെ അവകാശവാദങ്ങളെ തജാനി കുറ്റകരം എന്ന് വിളിച്ചു. ഫ്രാൻസിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രം സെപ്റ്റംബറിൽ ഭക്തർക്കായി തുറന്നു നൽകും. ആധികാരികവും പുരാതനവുമായ ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയെ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മണൽക്കല്ലുകൾ ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച് ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം ലണ്ടന് വടക്കുള്ള ബെഡ്ഫോർഡ് പട്ടണത്തിൽ സമീപം 2 ഈസ്റ്റ് മിഡ്ലാൻഡ്സ് റെയിൽവേ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരു ഡ്രൈവർ മരിക്കുകയും ഡസൻ കണക്കിന് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവരിൽ പലർക്കും ഗുരുതരമായ പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്.
റെയിൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം വൈകുന്നേരം 5:15ഓടെയാണ് അപകടം നടന്നത്. ലണ്ടൻ സെയിന്റ് പാൻക്രാസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്ന ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.